വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. ഒരു വീട്ടമ്മയുടെ കൈകൾ പ്രാർത്ഥനയായി മാറുമ്പോൾ അടുക്കള പോലും ദൈവം സന്ദർശിക്കുന്ന പുണ്യ സ്ഥലമായി മാറും. തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ അതൊരു വിശുദ്ധിയുടെ യാത്രയായി മാറുന്നു. വിശുദ്ധ മാർത്തയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. വലിയ ഉദ്യോഗ പദവികളോ മഠങ്ങളോ സഭയിലെ ഉന്നത സ്ഥാനങ്ങളോ ഒന്നും അവൾക്കില്ലായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, ആത്മാർത്ഥമായ സ്നേഹവും നിസ്വാർത്ഥമായ സേവനവും അടിയുറച്ച ആത്മവിശ്വാസവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മർത്ത. മർത്തയുടെ ജീവിതം എല്ലാ വീട്ടമ്മമാരുടെയും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയും ആത്മീയത തേടുന്നവരുടെയും ഹൃദയത്തിൽ സ്പർശിക്കാൻ മാത്രം അത്ര ആഴത്തിലുള്ളതായിരുന്നു. മർത്തയും അവളുടെ സഹോദരൻ ലാസറും സഹോദരി മറിയവും ബഥാനിയയിലെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വീട്ടിൽ താമസിക്കുന്നവരായിരുന്നു. എന്നാൽ ആ വീട് അസാധാരണമായിരുന്നു. കാരണം ഈശോ പലപ്പോഴും അവിടെ സന്ദർശിക്കുമായിരുന്നു. അവരുടെ ആതിഥ്യ മര്യാദയും ആത്മബന്ധവും ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നു. ഒരിക്കൽ ഈശോയും ശിഷ്യന്മാരും അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ മർത്ത പൂർണ്ണ മനസ്സോടെ സൽക്കരിക്കുന്നതിൽ മുഴുകി. അവൾ പാചകവും മറ്റു ഒരുക്കങ്ങളും എല്ലാം ചെയ്യുമ്പോൾ മറിയമാകട്ടെ ഈശോയുടെ കാൽക്കീഴിലിരുന്ന് വളരെ ശ്രദ്ധയോടെ ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുകയായിരുന്നു. അപ്പോൾ മർത്ത ഈശോയോട് പരാതി പറഞ്ഞു, കർത്താവെ, എന്റെ സഹോദരി എന്നെ സഹായിക്കാതെ ഇരിക്കുന്നു. എന്നോടൊപ്പം ജോലി ചെയ്യാൻ നീ അവളോട് പറയരുതോ? ഈശോ സ്നേഹത്തോടെ മറുപടി നൽകി, മർത്തേ, നീ പല കാര്യങ്ങൾക്കായി വിഷമിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈശോയുടെ ഈ മറുപടി ദൈവത്തിന്റെ വെളിച്ചം പോലെ മർത്തയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. തുടക്കത്തിൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവൾക്ക് പ്രയാസമായിരുന്നിരിക്കാം. എന്നാൽ ഇത് അവളുടെ വിശ്വാസയാത്രയുടെ തുടക്കമായിരുന്നു. സേവനത്തിന്റെയും പ്രാർത്ഥനയുടെയും ശരിയായ സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള യാത്ര. പിന്നീട് വലിയൊരു പരീക്ഷണമുണ്ടായി. ലാസർക്ക് ഗുരുതരമായ രോഗം ബാധിച്ചു. മർത്തയും മറിയവും വിശ്വാസത്തോടെ ഈശോയ്ക്ക് ദൂതയച്ചു. എന്നാൽ ഈശോ വൈകിയെത്തി. 4 ദിവസങ്ങൾക്ക് ശേഷം. അപ്പോഴേക്കും ലാസർ മരിച്ചിരുന്നു. എല്ലാവരും നിരാശയിലായിരുന്നു. എന്നാൽ മർത്ത മാത്രം കണ്ണുനീരോടെ ആണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. മറിച്ച് അവൾ ഈശോയെ സമീപിച്ചു. അവൾ പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എങ്കിലും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. ഈശോ ചോദിച്ചു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. നീ ഇത് വിശ്വസിക്കുന്നുവോ? മറുപടിയായി മർത്ത അചഞ്ചലമായ വിശ്വാസത്തോടെ പറഞ്ഞു, ഉവ്വ് കർത്താവെ, നീ തന്നെയാണ് ക്രിസ്തു, ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന ദൈവപുത്രൻ. ഇത് പത്രോസ് നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തോട് സമാനമായിരുന്നു. അത്ര ശക്തവും ഗൗരവമുള്ളതുമായ ഒരു ആത്മീയ പ്രഖ്യാപനം ഒരു വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്ന് വന്നത് അത്ഭുതകരമായിരുന്നു. ഈശോയുടെ വാക്കുകളിലൂടെ ലാസർ വീണ്ടും ജീവനോടെ പുറത്തേക്ക് വന്നപ്പോൾ മർത്തയുടെ വിശ്വാസം അതിന്റെ പരമോന്നത ഘട്ടത്തിലെത്തിയിരുന്നു. പിന്നീട് വീണ്ടും ഒരു വിരുന്ന്. മർത്ത പാചകത്തിൽ മുഴുകിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അവൾക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഈശോയുടെ പാതയിലെ ശിഷ്യയായി അവൾ വളർന്നിരിക്കുന്നു. ഇനിയുള്ള അവളുടെ സേവനം വിനയത്തോടും സ്നേഹത്തോടും കൂടിയാണ്. ആ സേവനം അവൾ മനോഹരമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ അവൾ ശാന്തതയോടെയാണ് ജോലി ചെയ്യുന്നത്, ആത്മീയ ഉൾക്കാഴ്ചയോടെ. ബൈബിളിൽ മർത്തയുടെ മരണത്തെക്കുറിച്ച് വിശദമായി പറയുന്നില്ലെങ്കിലും ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. മർത്തയും മറിയവും ലാസറും ഫ്രാൻസിലേക്ക് പോയി തിരുവചനം പ്രഘോഷിച്ചുവെന്നും അവളെ ടെറാസ്കോണിൽ സംസ്കരിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. പുരാതന കഥകളിൽ പോലും അവളുടെ വിശ്വാസം തുടർന്നു. ഒരു കഥയിൽ മർത്ത ഭയാനകമായ ഒരു ഡ്രാഗൺ രൂപമുള്ള മൃഗത്തെ പ്രാർത്ഥനയും വിശ്വാസവും ഉപയോഗിച്ച് കീഴടക്കുന്നതായി പറയപ്പെടുന്നു. ഇത് അവളിൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു എന്നതിന്റെ തീക്ഷ്ണമായ സൂചനയായി കണക്കാക്കുന്നു. മർത്ത വിശുദ്ധയായി മാറിയത് മഠത്തിൽ പ്രവേശിച്ചതുകൊണ്ടോ വലിയ ജപമാലകൾ ചൊല്ലിക്കൊണ്ടോ ആയിരുന്നില്ല. അവൾ വിശുദ്ധയായത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പോലും ദൈവത്തെ കണ്ടെത്തിയതിലൂടെയായിരുന്നു. ദുഃഖത്തിലും വിശ്വാസം മുറുകെ പിടിച്ചതിലൂടെയായിരുന്നു. സർവ്വസാധാരണമായ ജോലികൾ ആത്മാർത്ഥതയോടും സ്നേഹത്തോടെയും ചെയ്യുന്നതിലൂടെയായിരുന്നു. അവളുടെ ഹൃദയം ദൈവത്തിനായി തുറന്നിട്ടതുകൊണ്ട് മാത്രം അവൾക്ക് ആ സ്നേഹവും ആ സാമീപ്യവും അനുഭവിക്കാൻ സാധിക്കുന്നതിലൂടെയായിരുന്നു. മർത്തയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. പ്രാർത്ഥനയും സേവനവും ഒരുപോലെ നിലകൊള്ളണം.
രണ്ടാമത്തേത്, ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം വലുതാക്കി മാറ്റിയേക്കാം. ദുഃഖത്തിനിടയിൽ പോലും വിശ്വാസം നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ഓരോ വീട്ടമ്മയും ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും വിശ്വാസത്തിൽ വളരാൻ തയ്യാറുള്ള ആരും മർത്തയെ പോലെ വിശുദ്ധിയിലേക്ക് വളരാമെന്ന് അവൾ നമുക്ക് കാണിച്ചു തന്നതാണ്. അത് പിന്തുടരാൻ നാം ഓരോരുത്തരും പ്രാപ്തരാണ്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നിങ്ങൾക്കും എനിക്കും നമ്മുടെ ഉള്ളിൽ മർത്തയെ പോലെ ദൈവത്തിനായി ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ? ചിന്തിക്കുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.